ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ ഇത്? സ്കൂളിൽ നിന്ന് മദർ തെരേസ തന്നയച്ചതാ. കുട്ടികളുടെ സസ്പെൻഷൻ പിൻവലിച്ചു. ഇതൊന്ന് ഒപ്പിട്ട് കൊടുത്തേക്കും. ചായ മിടുമിടുക്കിയ മാത്തച്ഛൻ കണ്ടുപിടിച്ച പുതിയ ടീച്ചർ ഇന്നലെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവന്ന് ടീച്ചർമാരോട് ചെയ്ത തെറ്റുകൾക്കെല്ലാം അവരെ കൊണ്ട് മാപ്പ് പറയിച്ചു. നല്ല ഐശ്വര്യമുള്ള കുട്ടി. എവിടെ നിന്ന് കിട്ടി? കുടുംബത്തിലെ തന്നെയാ. അത് ഏത് വകയില്? എൻ്റെ അമ്മയുടെ ഒരു വകയിൽ ബന്ധുവാ. മാത്തച്ഛന്റെ ഭാഗ്യം എന്നേ ഞാൻ പറയൂ. ആ പിന്നെ കല്യാണ ദിവസം ഇനി അടുത്തു. കുറി ഒന്നും കൊടുത്തു തുടങ്ങിയില്ലേ? ചാക്കോച്ചന്റെ കുറി ഞാൻ കണ്ടു. ഒരുമാതിരി 5 സ്റ്റാർ ഹോട്ടലിലെ മെനു മാതിരി ഉണ്ട്. ഇങ്ങനെ ഒരു വിവാഹം ഇനി ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ലെന്ന വാശിയിലാണ് പുള്ളിക്കാരൻ, അല്ലേ? എന്നാ ഞാൻ വരട്ടെ. ഇതൊന്ന് ഒപ്പിട്ട് കൊടുത്തയക്കാൻ മറക്കരുത്. എന്താടോ കേൾക്കുന്നത്? ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറഞ്ഞ പോലായി. കുട്ടികളൊക്കെ എന്നെ എന്താ വിളിക്കുന്നത് ഡാഡിക്ക് അറിയോ? കുട്ടിപ്പന്നിന്ന്. അതൊക്കെ പണ്ട്. ഇപ്പൊ എന്നെ അമ്മായിന്നാ വിളിക്കുന്നത്. കള്ള നസ്രാണി മാർക്കാരം പട്ടയെന്ന് വിളിച്ചത് എന്നെ ഇപ്പൊ വിളിക്കുന്നത് അയ്യരങ്കിൾ അയ്യരങ്കിൾ എന്നാ. അതാ കുരുന്നിന്റെ വിളി കേട്ട കുളിര് കോരും. കരിമ്പൂതവും മാറി വല്യപ്പച്ചനായി. പക്ഷെ കാര്യങ്ങൾ ഓരോന്നോരോ വശത്ത് മംഗളമാകുമ്പോ മറുവശത്ത് മനസ്സ് തുടിക്കുക. എല്ലാം എവിടെ ചെന്ന് അവസാനിക്കുവാവോ? കല്യാണ ദിവസം ഇനി അടുത്ത് വരുന്നു. നീന പറയുന്ന കാര്യമുണ്ട്. പക്ഷെ ബോബി മോൻ അവൻ ഒരിക്കലും ഒരു കള്ളനോ ചതിയനോ ആവാൻ പറ്റില്ല. എനിക്ക് വിശ്വാസമുണ്ട്. ചാക്കോച്ചൻ ഇത് അറിയുന്ന ദിവസം എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ചാക്കോച്ചന്റെ മോളാണെങ്കിൽ പലതും സ്വപ്നം കണ്ട് നടക്കുക. ഇവിടെ ഉണ്ടല്ലോ അതേ പ്രായത്തിലൊരു പെണ്ണ്. അവളുടെ ശാപം ഇതിന്റെ തല വീഴായിരുന്നാ മതിയായിരുന്നു. Wish you a happy married life. Thank you. Wish you a happy married life. ഹായ്. വുഡ്ബി വന്നില്ലേ? ഇല്ല, വരും. ആളെപ്പോഴും ബിസിയാണ്. ബോബി വന്നില്ലേ? ഓ, പുള്ളിക്കാരനെ കാത്തു നിന്നാ ഒരിടത്തും പോക്കുണ്ടാവില്ല. അതുകൊണ്ട് ഞാനിങ്ങി പോന്നു. നല്ല ആളാ. ഒരുമിച്ച് വരാമെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ കാത്തിരുന്നു. പ്രതീക്ഷിക്കാതെ ഓഫീസ് ചിലപ്പോൾ പണി കൂടുതൽ വന്നു. അതുകൊണ്ട് വീട്ടിൽ പോകാൻ നേരെ ഇങ്ങോട്ട് വന്നു. വിളിക്കാത്ത ഒരു അതിഥി കൊണ്ട് ഡേസി. ആ, അത് സാരമില്ല. റോയ്ച്ചന്റെ സ്വന്തം സഹോദരനെ പോലെ. അതുകൊണ്ടല്ലേ ബോബി വന്നേ തീരുന്ന് ഞാൻ പറഞ്ഞത്. വരൂ. പെണ്ണിനെയും ചെറുക്കനെയും കാണണ്ടേ? ബോബി വന്നില്ലെങ്കിൽ ഞാൻ ചമ്മി പോവേനെ. ബോബി പോയിട്ട് വരും. വാ. ഹായ്. ഹലോ ഹലോ ഹലോ. നേരത്തെ പരിചയമുണ്ടോ? പിന്നെ മനസ്സമ്മതത്തിൽ ഇനി എന്റെ ഹസ്ബൻഡിനെ കണ്ടില്ലെന്ന് പരാതി വേണ്ട. വിവാഹത്തിന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ക്ഷണിച്ചിരിക്കുന്നു കേട്ടോ. അല്ല, ഉണ്ണുണ്ണിച്ചായനോ? അന്ന് ക്ലബിൽ നിന്ന് കണ്ടാ പിന്നെ കണ്ടില്ലല്ലോ. എനിക്കൊരു ലയേഴ്സ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. ആശുപത്രിയിലാണെന്നും വയറ് കഴിയുന്നൊക്കെ പറഞ്ഞു കേട്ടു. ഓ, അതെന്റെ ഒരു ഹോബിയാണ്. കൂടെ കൂടെ വയറ് കഴിയുന്നു. എന്റെ കഴിവ് കൂടെ. അതെന്തിന്? പുറം മാത്രം നന്നായിരുന്നാ പോരാ, അകം കൂടെ നന്നായിരിക്കണം. നീ ഇയാളെ നീനയുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞല്ലേ പരിചയപ്പെടുത്തിയത്? അതെ. ഇയാളിപ്പോ വീണ്ടും വിവാഹം കഴിക്കാൻ പോകുന്നു പറയുന്നല്ലോ. എനിക്കും അതാ മനസ്സിലാവാത്ത. നിങ്ങളല്ല ഭർത്താവിന്റെ അടുത്തുനിന്ന് ഭാര്യ കാമുകനെ വിളിച്ചു മാറ്റി പരസ്യമാക്കി സ്വന്തം ഈ ലോകത്തിന് ആദ്യമായിട്ടാണ്. ഇന്ന് ഞാനതിന്റെ അവസാനം. ഹലോ, സോറി ഡോക്ടർ. നീന വന്നിട്ടുണ്ട്. നമുക്ക് വേഗം ഉടനെ ഇവിടെ സത്യമാണോ നീ പറയുന്നത്? നീന ബോബിയുടെ ഭാര്യയാണ്. ഞാൻ വ്യക്തമായിട്ട് ചോദിച്ചറിഞ്ഞു. ദൈവാധീനം കൊണ്ട് ബ്രെയിന് തകരാറൊന്നുമില്ല. പോലീസ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടോ? കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. താടിയെല്ലിന് അടിയേറ്റതുകൊണ്ട് സംസാരിക്കാനാവില്ല. ഒരാഴ്ചത്തേക്ക് അനങ്ങാനും പാടില്ല.
തലയിലെ മുറി ഉണങ്ങി കഴിഞ്ഞാൽ വീട്ടിൽ പോ. ഡോക്ടർ, അടിച്ചവന്റെ എന്തെങ്കിലും വിവരം കിട്ടിയോ? അയാൾക്കൊന്നും ഓർമ്മയില്ല. അല്ല, ഒരു ചെറിയ ചായയെങ്കിലും എങ്ങനെ ഇരിക്കുമെന്നൊരു... ആദ്യത്തെ അടിക്ക് തന്നെ ബോധം പോയി. എങ്ങനെ കാണാൻ? പണം കടം വാങ്ങി ആരുവാണെന്നാ പോലീസ് റിപ്പോർട്ട്. ഓ, രക്ഷപ്പെട്ടു. അല്ല, രക്ഷപ്പെട്ടല്ലോ, ചാവാതെ രക്ഷപ്പെട്ടല്ലോ എന്ന് പറയായിരുന്നു. വിവാഹം ഏതായാലും നിശ്ചയിച്ച നാളിൽ തന്നെ നടക്കട്ടെ, അല്ലേ ചാക്കോച്ച? ചാക്കോച്ച സമ്മതിച്ചു. ഇനി നമുക്ക് മറ്റൊന്നും ആലോചിക്കാനില്ല, നടത്തുക തന്നെ. ഡാഡി എന്ത് ധൈര്യത്തിലാ വിവാഹത്തിന് സമ്മതിച്ചത്? വിവാഹത്തിന് മുമ്പ് അയാളോട് എല്ലാം തുറന്നു പറയണമെന്ന് ഞാൻ വിചാരിച്ച. പക്ഷെ ഈ നിലയിൽ കിടക്കുന്ന ഒരാളോട് എങ്ങനെ പറയും? നീ തന്നെയാണോ അയാളുടെ തലയടിച്ച് പൊളിച്ചത്? ഡാഡി, ഒരുപാട് ചങ്ങിക്കുത്ത് നടത്താനും പറയരുത്. എനിക്ക് അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടായിരുന്നു ഞാൻ അവളുടെ തല അടിച്ചു പൊളിക്കില്ലായിരുന്നോ? നീ ഇനി വെറുതെ കുറ്റം പറയണ്ട. എനിക്കറിയാം എല്ലാവരും അവളുടെ പക്ഷത്താ. പക്ഷെ കർത്താവിന്റെ കൂടെ നോക്കിക്കോ, ഈ കല്യാണത്തിന് മുമ്പ് ഡാഡിക്ക് മനസ്സിലാവും പാല ഏതാ വെള്ളം ഏതാന്ന്. ബോബി, ടെലിഗ്രാം വന്നിട്ടുണ്ട്. എന്തിന്? നാളെ കാലത്ത് മണികണ്ഠം വരുന്നു. ഒന്നിപ്പഴച്ച മൂന്നെന്നാണതാ. ഇപ്രാവശ്യം ഒന്നുകിൽ നീ, അല്ലെങ്കിൽ ഞാൻ. എല്ലാത്തിനെയും നാളെ ഞാൻ കൊല്ലുവടാ.